ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും സിംപ്ലി കളിയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബ്രെഡിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ ഈ ബ്രെഡ് റെസിപ്പി ചെയ്യുന്നത് ഓവനിലൊന്നും അല്ല കേട്ടോ, നമ്മുടെ സാധാരണ സോസ് പാനിലാണ് ചെയ്യുന്നത്. അതും വീട്ടിലുള്ള സാധാരണ മൈദാമാവും പഞ്ചസാരയൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ബ്രെഡിനേക്കാളും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ കാണുക. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ടാവും, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അതും പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ഇനി നമുക്ക് ബ്രെഡ് റെസിപ്പിക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ 1.5 കപ്പ് മൈദയ്ക്ക് നമ്മൾ ഇനി ചേർത്ത് കൊടുക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയാണ്. പൊടിച്ച പഞ്ചസാര തന്നെ ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ തികച്ചു വേണ്ട ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണിത്. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ്. ഈ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലോട്ട് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കുന്നുണ്ട്. ഇവിടെ ചേർക്കുന്ന ഇളം ചൂടുള്ള വെള്ളമാണ്. 1 കപ്പോളം വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്കിവിടെ ഒരു 1/4 കപ്പ് വെള്ളം മാത്രം മതി. വെള്ളം ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത്, അല്പമായിട്ട് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ കുഴച്ചെടുക്കണം. അതായത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു രീതിയിൽ നല്ലതുപോലെ കുഴച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന 2 കപ്പ് മാവാണ്. 2 കപ്പ് മാവിന് കറക്റ്റ് 1/4 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ഒരുപാട് വെള്ളം കൂടി പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് ബ്രെഡ് കറക്റ്റ് ഒരു സോഫ്റ്റ്നെസ്സിൽ കിട്ടില്ല. അപ്പോൾ വെള്ളം എപ്പോഴും നിങ്ങൾ കറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ 1/4 കപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്ത മാവിൻ്റെ അളവാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മാവിനാണെങ്കിൽ ജസ്റ്റ് അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അല്പമായിട്ട് വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ എണ്ണ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ആ ബൗളിലും ആ മാവിൽ നമ്മൾ കുഴച്ച് വെച്ച മാവിലും കൂടെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കാം. ഒട്ടും തന്നെ എയർ കയറാതെ നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കുക. ഇനി ഒരു 1.5 മണിക്കൂർ ഇത് നല്ലതുപോലെ, അതായത് ഇതിൻ്റെ സൈസ് ഡബിളിനേക്കാളും ഒരല്പം കൂടെ കൂടും, ആ ഒരു സൈസിൽ കിട്ടുന്നത് വരെ നമുക്ക് മാറ്റി വയ്ക്കാം. എനിക്കിവിടെ എടുത്തത് 1.5 മണിക്കൂറാണ്. 1.5 മണിക്കൂർ മാറ്റി വയ്ക്കുമ്പോഴാണ് എനിക്ക് കറക്റ്റായിട്ട് ആ ഒരു പരുവത്തിന് മാവ് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നല്ല കറക്റ്റായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവമാണ് നമുക്ക് കറക്റ്റ് ഒരു ബ്രെഡിന് വേണ്ടത്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്നും കൂടെ ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇപ്പോൾ ഈ ഒരു ബ്രെഡിനാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കുഴയ്ക്കുന്നതിനാണ്. നമ്മൾ എത്രത്തോളം നന്നായിട്ട് കുഴയ്ക്കുന്നു അത്രത്തോളം നമ്മൾ ബ്രെഡ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളിതിൽ ഈ ഒരു ബ്രെഡ് ചെയ്യുന്നത് സോസ് പാനിലാണ്. നിങ്ങൾക്ക് സോസ് പാനിൽ തന്നെ ചെയ്യണമെന്നില്ല. നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും പാത്രം ഉണ്ടെങ്കിൽ, അതായത് സ്ക്വയർ ടൈപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലും വെച്ച് കൊടുക്കാം. അപ്പോൾ എനിക്കിപ്പോൾ ഈ ഒരു സൈസിൽ ഉരുണ്ട പിടിച്ച് വെച്ചപ്പോഴത്തേക്ക് 6 ബോൾസാണ് കിട്ടിയത്. ഇനി നമുക്കിതുപോലെ ഒരു 15 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ വെച്ച ബോൾസിനേക്കാളും ഒരല്പം കൂടെ സൈസ് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റാണ്. ഇനി നമുക്കിത് എങ്ങനെയാണ് വേവിച്ചെടുക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു സോസ് പാൻ നമ്മൾ ഇനി പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന തവയിലോട്ടാണ് വെച്ച് കൊടുക്കുന്നത്. തവ ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം. അതിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ ഈ ഒരു സോസ് പാൻ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിത് ബേക്ക് ചെയ്യുന്നതിന് മുന്നേ ഇതെല്ലാം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. അതായത് വെള്ളം വെച്ചിട്ട്, നമ്മൾ സാധാരണ എണ്ണ വെച്ചിട്ടാണ് ബ്രഷ് ചെയ്ത് കൊടുക്കാറ്. നമ്മളിവിടെ സാധാരണ പച്ചവെള്ളം വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഡ്രൈ ആകാതിരിക്കാനും കൂടെയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ തവയിലോട്ട് ഈ ഒരു സോസ് പാൻ വെച്ചതിന് ശേഷം ഫ്ലെയിം ഏറ്റവും ലോ ആക്കി വെക്കുക. പിന്നെ ലോ ആക്കി വെച്ചതിന് ശേഷം ഉടനെ തന്നെ ഈ ഒരു സോസ് പാൻ അടച്ച് വെക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ബ്രെഡ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഈ പൊങ്ങി വന്നിട്ട് പെട്ടെന്ന് തന്നെ ബ്രെഡ് അങ്ങ് താഴ്ന്നു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഒരു 40 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ ഒരു 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്കൊന്നും തുറന്നു നോക്കിയിട്ടില്ല. നിങ്ങൾ തുറന്ന് നോക്കുക ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ബ്രെഡ് ഇങ്ങനെ പൊങ്ങി വന്നാൽ പെട്ടെന്ന് തന്നെ താഴ്ന്നു പോകാൻ ചാൻസ് ഉണ്ട്. നല്ല സോഫ്റ്റായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി താഴെ വെച്ചില്ലേ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ച ആ ഒരു തവ മേളിലോട്ട് വെക്കാം. ഈ സമയം ഫ്ലെയിം ഓഫ് ചെയ്യണം. മേളിലോട്ട് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് അതിങ്ങനെ തന്നെ റെസ്റ്റ് ചെയ്യട്ടെ. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഫ്രണ്ട് ഭാഗവും നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ചൂടുണ്ട്. പിന്നെ ഇതുപോലെ സൈഡൊക്കെ നല്ലതുപോലെ വിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഒന്ന് മറിച്ച് നോക്കാം.
അപ്പോൾ നമ്മൾ ബട്ടർ പേപ്പർ ഒന്നും തന്നെ വെച്ച് കൊടുത്തിട്ടില്ല. എന്നിട്ട് നല്ല കറക്റ്റായിട്ട് ഇളകി വന്നിട്ടുണ്ട്. തൊട്ടപ്പോൾ തന്നെ അത് ഇളകി വന്നു. പിന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ബ്രെഡ് എന്താ ഇങ്ങനെ ഇരിക്കുന്നത് ചിന്തിക്കേണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിന് ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി. ഇത് ഞാൻ ഈ ഒരു ഫ്ലവറിൻ്റെ മോഡൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് സാധാരണ ഈ സ്ക്വയർ ടൈപ്പിലൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു മാവ് ഒരു സ്ക്വയർ ബോക്സിൽ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡാണ് കേട്ടോ നമ്മളിപ്പോൾ ചെയ്തെടുത്തത്. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ബ്രെഡാണ്. സത്യം പറയുകയാണെങ്കിൽ പുറത്തുനിന്ന് വാങ്ങുന്ന ബ്രെഡിനേക്കാളും നല്ല സോഫ്റ്റ്, നല്ല ടേസ്റ്റും ആയിരുന്നു ഈ ഒരു ബ്രെഡിന്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഫെയിലാവില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു ബ്രെഡ് എന്ന് വെച്ചാൽ നമുക്ക് ചുമ്മാ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു ബ്രെഡാണ്. രാവിലെ ചായയുടെ കൂടെ ആണെങ്കിലും അല്ലെങ്കിൽ ഇനി വേറെ എന്തെങ്കിലും റെസിപ്പി ചെയ്യാനാണെങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബ്രെഡിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. Stay at home, stay healthy. Thanks for watching. See you in another video. Assalamu alaikum.